ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ക്രിസ്മസ് പ്രമാണിച്ച് എറണാകുളം ബ്രോഡ്വേയിൽ പോയാലോ എന്ന് അച്ചാച്ചൻ്റെ ഫ്രണ്ട് ചോദിച്ചപ്പോൾ എന്നെ ഒന്നും നോക്കിയില്ല, പോയേക്കാമെന്ന് ഞാനും പറഞ്ഞു. വഴിയിൽ വെച്ചൊരു ഫ്രണ്ടിനെ കൂടെ കിട്ടിയപ്പോൾ ഈ ട്രിപ്പ് വളരെ സ്പെഷ്യലായി. ഇവരൊക്കെ അച്ചാച്ചൻ്റെ ഏറ്റവും അടുത്ത വർഷങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളാണെങ്കിലും ഈ കുടുംബത്തിലേക്ക് ഞാൻ വന്നതോടുകൂടി എൻ്റെയും ഫ്രണ്ട്സ് കൂടിയാണിവർ. ക്രിസ്മസ് പ്രമാണിച്ച് ബ്രോഡ്വേയിൽ ആകെ മൊത്തത്തിൽ തിരക്കായിരുന്നു. എല്ലാവർക്കും കുറച്ച് കുറച്ച് സാധനങ്ങളെ മേടിക്കാനുണ്ടായിരുന്നുള്ളൂ. പക്ഷെ കടകളൊക്കെ കയറി ഇറങ്ങിയപ്പോൾ ആവശ്യത്തിനും അപ്പുറമുള്ള സാധനങ്ങൾ കയ്യിലായി. ഞങ്ങൾക്ക് പുൽക്കൂടും ട്രീയിൽ തൂക്കാനുള്ള കുറച്ച് ഹാങ്ങിങ്സും സ്റ്റാറും ലൈറ്റും ഒക്കെ മേടിച്ചാൽ മതിയായിരുന്നു. എന്നാൽ അക്കൂടെ കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ വരെ മേടിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. എന്തായാലും അച്ചാച്ചൻ്റെ ഡിയർ ഫ്രണ്ട് പറഞ്ഞതുപോലെ 18 വർഷമായി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ഇപ്പോഴാണ് അത് സാധിച്ചത്. കല്യാണവും കഴിഞ്ഞു, മക്കളും സ്കൂളിൽ പോയി തുടങ്ങി. പിന്നെ കുട്ടികളെ ഈ പ്രാവശ്യം ട്രിപ്പിന് കൂട്ടിയില്ല കേട്ടോ. അവർക്ക് സ്കൂളുള്ള ദിവസമായിരുന്നു ഇന്ന്. എല്ലാവരുടെയും കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടിട്ടാണ് ഈ ട്രിപ്പ്. ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത ഒരു ട്രിപ്പ്. പിന്നെ പണ്ടൊക്കെ ക്രിസ്മസ് ട്രീ, പുൽക്കൂട്, സ്റ്റാർ ഇതൊക്കെ വീട്ടിൽ തന്നെ നമ്മുടെ പേരൻസ് ഒക്കെ ഉണ്ടാക്കി തരുമായിരുന്നു അല്ലേ. എന്നാൽ ഇന്ന് ഇതൊക്കെ ഉണ്ടാക്കാനൊക്കെ ആർക്കാ സമയം? എല്ലാരും ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യാണിപ്പോൾ. ഞാൻ പറഞ്ഞ പോലെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് പോലും ഒന്ന് പോകാൻ ഇത്രയും വർഷങ്ങൾ കാക്കേണ്ടി വന്നില്ലേ. എന്തായാലും എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. മക്കളില്ലാതെ ഇങ്ങനെ ഒരു കപ്പിൾ ട്രിപ്പ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചതാണെങ്കിലും റിയലി ഇറ്റ്സ് അൺഫോർഗറ്റബിൾ വൺ. എന്തായാലും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങൾ യാത്രയായി. അതും അൺഎക്സ്പെക്റ്റഡ് തന്നെയാണ്. മറൈൻ ഡ്രൈവിലേക്കാണ് ഞങ്ങൾ പോയത്. അവിടെ ചെന്നപ്പോൾ ബോട്ടിങ് പോകാമെന്നായി. ഒന്നും നോക്കിയില്ല, 1 മണിക്കൂർ സ്പീഡ് ബോട്ടിലോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. സ്പീഡ് ബോട്ടിൽ ഇതിനു മുമ്പ് പോയിട്ടുണ്ടെങ്കിലും ഇത്രയും സന്തോഷം തോന്നിയിട്ടില്ല കേട്ടോ. കൊച്ചിയുടെ ഭൂരിഭാഗവും ഈ കടലിന്റെ സൈഡിൽ കൂടി കാണാൻ പറ്റും. പലതരത്തിലുള്ള ഫിഷിംഗ് ബോട്ടുകൾ, വള്ളങ്ങൾ, ഹൗസ് ബോട്ടുകൾ, ഷോപ്പിംഗ് മാളുകൾ, ആഡംബര കെട്ടിടങ്ങൾ, പിന്നെ ബോൾഗാട്ടി പാലസ്, അവിടെയൊക്കെ ഒത്തിരി ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലമാണല്ലോ. പിന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ്. പിന്നെ നമ്മൾ ബോട്ടിങ് പോകുന്നിടത്തുനിന്ന് നോക്കുമ്പോൾ കുറേ ബ്രിഡ്ജുകളൊക്കെ കാണാം. അങ്ങനെ പലതും ഇവിടുന്ന് കണ്ടു കേട്ടോ. ചില ഭാഗങ്ങളൊക്കെ എത്തുമ്പോഴത്തേക്കിനും സ്പീഡ് ബോട്ട് ഒന്ന് ചെറുതായിട്ട് കുറച്ച് തരും വരെ. അപ്പം നമുക്ക് ആ ആൽമരങ്ങളൊക്കെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഈ ബോട്ട് പോകുമ്പോൾ പ്രത്യേക ഒരു സുഖമാണ്. അതിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ അത് ഫീൽ ചെയ്ത് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ബോട്ടിംഗ് ഒക്കെ കഴിയാറായപ്പോഴത്തേക്കിനും എല്ലാവർക്കും വിശന്നു തുടങ്ങി. 1 മണിക്കൂറായിട്ടുള്ള ട്രാവലാണല്ലോ. എന്നാൽ പിന്നെ ഫ്രൂട്ട് ബേ വരെ പോകാം എന്നായി അടുത്ത തീരുമാനം. അവിടെ ചെന്നിട്ടാണെങ്കിൽ കൊച്ചുകുട്ടികൾ ഓർഡർ ചെയ്യുന്നല്ലേ ഞങ്ങൾ ഓർഡർ ചെയ്തത്. എല്ലാവർക്കും വെവ്വേറെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളുമാണല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും അവരവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ തന്നെ ഓർഡർ ചെയ്തു. എല്ലാം വയറ് നിറച്ച് കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇവിടുന്ന് പിരിയാൻ തീരുമാനിച്ചത്. അപ്പോൾ ഒന്നിച്ച് തന്നെയാണ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ടും പോണത്. നമ്മൾ വന്നതും അങ്ങനെ തന്നെയാണ്. ഒരു കാരണമാണ് എല്ലാവരും വന്നത്. എല്ലാവർക്കും വണ്ടി ഉള്ളതാണ്. എങ്കിലും നമ്മൾ ഒന്നിച്ചിരുന്ന് വരുന്നതിൽ ഒരു സുഖം അത് വേറെയാണ്. കുറച്ച് തിക്കും തിരക്കൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും അത് ഒരു സ്പെഷ്യലായിരുന്നു. നമുക്ക് വർത്താനം പറയാനും കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ കുറച്ചുകൂടെ സമയം നമുക്കപ്പോൾ കിട്ടി. അപ്പം ഇതുപോലെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ട് പോകാതിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് തന്നെ ആ ട്രിപ്പ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് മറക്കാനാവാത്ത ഒരു അനുഭവമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കുറിച്ചു വെക്കാവുന്ന ദിവസങ്ങളാണ്.
ശരിക്കും അല്ലേ? അപ്പം ബായ്, അടുത്ത വീഡിയോയിൽ കാണാം.